ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്ന യുവജനങ്ങളുടെ പ്രതിഷേധം നേപ്പാളിൽ ഒരു കലാപമായി മാറിയപ്പോൾ പ്രധാനമന്ത്രിയായ ശർമ്മ ഒലിക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നു. ഇനി അവിടെ എന്ത് സംഭവിക്കും? ഇനി അവിടെ എന്ത് സംഭവിക്കും എന്നത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. അവിടെ എന്താ ഇപ്പം സംഭവിക്കുന്നത്? കലാപമാണ്. ശരിയാണ്. ഈ കലാപം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് അപ്പുറം പോയിട്ടില്ല. ഇന്തോനേഷ്യയിൽ കലാപം നടന്നു. വിദ്യാർത്ഥി കലാപമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇത് സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബറിലാണ് ഇതുപോലെ ഏതാണ്ട് ഒരു 10,000 വിദ്യാർത്ഥികൾ കലാപം നടത്തിയത് ബംഗ്ലാദേശിൽ. അതെ, ധാക്കയിൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്ന സർക്കാരിനെ അട്ടിമറിച്ചു. രാജ്യത്തെ ജനങ്ങളല്ല, കുറേ വിദ്യാർത്ഥികൾ എന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെ ഉപയോഗിച്ചിട്ട് കലാപം നടത്തി സർക്കാർ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ കയറി തീയിട്ടു അധികാരം പോയി. ജനങ്ങളല്ല തീരുമാനിച്ചത്. ഇത് തന്നെയാണ് 2022 ജൂലൈയിൽ ശ്രീലങ്കയിൽ ഗോട്ടബയ രാജപക്സയുടെ കൊട്ടാരത്തിലേക്ക് കയറി രാജപക്സ രാജിവെക്കേണ്ടി വന്നു. അവിടെ കൊട്ടാരം കയറി. ഇവിടെ നോക്കൂ, സുപ്രീം കോടതി, പാർലമെന്റ്, മുൻ പ്രധാനമന്ത്രിയുടെ വീട് കത്തിച്ചു, ഭാര്യ മരിച്ചു, ഷേർ ബഹാദൂർ ദുബൈയുടെ ഭാര്യ. അപ്പോൾ ഇതെല്ലാം ഒരു ഡിസൈനാണ്. ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ഈ ഡിസൈൻ, നേപ്പാളിലെ ഡിസൈന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. കാരണം ഇപ്പോൾ ഈ സമരത്തിൻ്റെ നായകരായ 2 പേര്, ഒന്ന് ഒരു നമ്മുടെ വേടനെ പോലെ റാപ്പർ ഗായകനായ ബലൻ ഷാ, പിന്നെ സുദാൻ ഗുരുങ്. ഈ 2 പേരാണ് ഈ സമരത്തിൻ്റെ നായകർ. അതിൽ ബലൻ ഷാ, സുദാൻ ഗുരുങ് എന്നിവർ ആരാണ് എന്നറിയുമ്പോൾ ഈ സമരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും. ഈ ബലൻ ഷാ എന്ന് പറയുന്ന ആൾ കാഠ്മണ്ഡുവിലെ മേയറാണ്. കാഠ്മണ്ഡുവിലെ മേയർ എന്ന് മാത്രമല്ല, സാധാരണ കാഠ്മണ്ഡു എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ തലസ്ഥാനമാണ്. പക്ഷേ നേപ്പാളിലെ മറ്റു മേയർമാരെക്കാളും പ്രശസ്തനാണ് ബലൻ ഷാ. അയാൾ റാപ്പർ ഗായകനായതുകൊണ്ട് മാത്രമല്ല, ഇയാൾ അമേരിക്കയുടെ മാനസപുത്രനാണ്. ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള 100 പേരെ തിരഞ്ഞെടുത്ത് മുഖചിത്രമാക്കിയപ്പോൾ 2023 ബലൻ ഷാ അതിൻ്റെ മുഖചിത്രമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടോ ബലൻ ഷായെക്കുറിച്ച്? ഇല്ല. പക്ഷെ അമേരിക്ക കണ്ടെത്തി ഇയാൾ ലോകത്തിലെ ഏറ്റവും പ്രോമിസിംഗ്. നേപ്പാൾ പോലെയുള്ള ഒരു വളരെ ദരിദ്രമായ ഒരു പിന്നാക്ക രാജ്യത്തിൻ്റെ ഒരു നഗരത്തിലെ മേയർ ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന 100 പേരിലൊന്നായി 2023 അമേരിക്ക കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, നേപ്പാളിലെ US എംബസി അല്ലെങ്കിൽ US അംബാസഡർ തോംസണുമായി നിരന്തരം കാണുന്ന ആളാണ് ബലൻ ഷാ. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിനിധി തന്നെ അമേരിക്കയാണ്. നേപ്പാളിലെ അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോപ്സണുമായിട്ട് നിരന്തരം കാണുകയും തോപ്സൺ തന്നെ ബലൻ ഷായുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ അമേരിക്കയുടെ മാനസപുത്രനായിരുന്നു. എന്നിട്ട് മാത്രമല്ല, ബലൻ ഷായെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ ബലൻ ഷായാണ് ഈ സമരത്തിൻ്റെ നായകൻ. മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ബലൻ ഷാ അടുത്ത പ്രധാനമന്ത്രിയാണ്, ഞങ്ങളെ നയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ബലൻ ഷായെ ഇപ്പോൾ മുഹമ്മദ് യൂനിസ്, അമേരിക്ക വലിയ ഇമേജുള്ള ലോകത്തിന് ഏറ്റവും വാഗ്ദത്തം നൽകുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അമേരിക്കയുടെ സ്പോൺസേഡ് ആയിരുന്നു. അയാളെ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ബലൻ ഷായെ അവതരിപ്പിക്കുക അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ. ഇത് മാത്രമല്ല, ബലൻ ഷായെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ നേപ്പാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നേപ്പാൾ ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്നു. ആ ഹിന്ദു രാജ്യം എന്ന നിലയിൽ നിന്ന് അവിടെ ഇതുപോലൊരു കലാപം നടത്തിയിട്ട് കുറേ ആളുകളെ തെരുവിലാക്കി ഹിന്ദുക്കൾക്കൊരു ലോകത്തൊരു രാജ്യം വേണ്ട എന്ന് തീരുമാനിച്ച് ആ സർക്കാരിനെ അട്ടിമറിച്ചു. 80% ഹിന്ദുക്കളാണ്. പിന്നെ ഒരു 8% ബുദ്ധമതക്കാരുണ്ട്. പിന്നെ ബാക്കി ആരാണെന്ന് ചോദിച്ചാൽ ഹിന്ദു പേരുള്ള ഒരുപാട് ആളുകൾ. പക്ഷേ അവർ പ്രവൃത്തിയിൽ ആരാണെന്നറിയോ? ക്രിസ്ത്യാനികളാണ്. അതായത് ഇവാഞ്ചലിസ്റ്റുകൾക്ക് വലിയ സ്വാധീനമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൽ വ്യാപകമായി നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമൊന്നുമല്ല, നേപ്പാളിൽ കാര്യമായി പ്രവർത്തിക്കുന്നത് ഇവാഞ്ചലിസ്റ്റുകളാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ലോകത്തെമ്പാടും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇവാഞ്ചലിസ്റ്റുകൾ വഴിയാണ്. ഇത് നമ്മുടെ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ സത്യമാണ്. ഇപ്പോൾ മണിപ്പൂരിൽ നമ്മൾ തന്നെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പുറത്താക്കിയ ഒരു മിഷണറി മണിപ്പൂരിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഡ്രോണുകൾ കൊടുക്കുന്നു. ഡ്രോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുക്കി തീവ്രവാദികൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മുടെ സൈന്യത്തെ CRPF ആക്രമിക്കുന്നു.
അതിൻ്റെ ചിത്രം വീഡിയോ ഉൾപ്പെടെ നമ്മൾ മുമ്പൊരിക്കൽ ടോക്കെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ മ്യാൻമർ വഴി നുഴഞ്ഞു കയറുക. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് താല്പര്യങ്ങൾ ലോകത്തെമ്പാടും അമേരിക്ക നടപ്പാക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ചാരവൃത്തി ചെയ്യുന്നവരിൽ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. പുരികം ചുളിക്കണ്ട ചിലർ. അമേരിക്കയാണ് ഇവാഞ്ചലിസം ലോകത്ത് പ്രചരിപ്പിക്കാൻ, അമേരിക്കയുടെ സൈനികം, സാമ്പത്തികം, മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബലേൻഷാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഒരു ഹിന്ദു പേരാണെന്ന്. പേര് ഹിന്ദുവാണ്. ഇന്ത്യയിൽ എത്ര പേരുണ്ട്? ജഗൻമോഹൻ തുടങ്ങി എത്ര പേരുണ്ട്? ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച സുദർശൻ റെഡ്ഡി ഇവാഞ്ചലിസ്റ്റാണ്, ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്, പേര് കൊണ്ട് ഹിന്ദു, അതെ, വിശ്വാസം ക്രിസ്ത്യൻ. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുമുണ്ട്, ലോകത്ത് പലയിടത്തുമുണ്ട്. അങ്ങനെ നേപ്പാളിലെ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ് ബലേൻഷാ. കൃത്യമായി നേപ്പാളിൽ ഇന്ത്യയോടടുത്ത് ഒരു ക്രൈസ്തവ രാജ്യം വേണമെന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? അമേരിക്കയുടെ ലക്ഷ്യമാണ്. ഇത് പറഞ്ഞത് നേരത്തെ ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിരിക്കും പറഞ്ഞു. ഒരു വൈറ്റ് മാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണം, സെന്റ് മാർട്ടിൻ ഐലൻഡ് അങ്ങ് കൊടുത്താൽ ഞങ്ങൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാക്കാം. ഇത് ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും മ്യാൻമറിൻ്റെയൊക്കെ കുറച്ച് ഭൂപ്രദേശം പിടിച്ചെടുത്തിട്ട് ഒരു ക്രൈസ്തവ രാജ്യം. ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ബൈഡൻ സർക്കാരിലെ പ്രതിനിധിയായിരുന്ന അയാൾ പലതവണ ഇന്ത്യയിൽ വന്നിട്ട് പോയി ഇതേ ലക്ഷ്യത്തോടുകൂടി. ഈ വൈറ്റ് മാൻ എന്ന് പറയുന്നത് ഡൊണാൾഡ് ലൂ ആണെന്ന് പിന്നീട് സ്ഥാനം പോയതിനു ശേഷം ഷേഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബലേൻഷായുടെ പിന്നിലുള്ള ഒരു പശ്ചാത്തലം. ജൻസി എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു 25-30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരുടെ രൂപമാണ്. 13 വയസ്സ് വരെയുള്ളൊരു ഈ ജൻസി പ്രസ്ഥാനത്തിലുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. യൂണിഫോമിൽ അത് പറയാം. എന്താണ് ഈ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളെ നേപ്പാൾ നിരോധിക്കുന്നു. നിരോധിക്കാനുള്ള കാരണം, സാമൂഹ്യ മാധ്യമങ്ങൾ നേപ്പാളിലെ നിയമമൊന്നും അനുസരിക്കുന്നില്ല. നമ്മൾ പറയാറുണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നിരോധിക്കും. കാരണം നമ്മളൊരു വിവരം ചോദിച്ചാൽ തരണം, ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ, രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ ആരാണെന്നറിയണം, അത് പറയാൻ പറ്റിയില്ലെങ്കിൽ നിരോധിക്കും. അത്തരം കാര്യങ്ങൾ നേപ്പാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് ചെയ്തത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായ ചെറുപ്പക്കാർ രംഗത്തേക്ക് ഇറങ്ങി സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഇതിനെ വളരെ കൃത്യമായി ഈ ബലേൻഷായും സുദാൻ ഗുരുങ്ങും ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ കാണുന്ന സമരത്തിൻ്റെ പശ്ചാത്തലം. നോക്കൂ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇയാൾ സെപ്റ്റംബർ 7-ാം തീയതി ഈ സമരത്തെ ഒരു റാപ്പർ കൂടിയായിട്ടുള്ള ബലേൻഷാ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ പോസ്റ്റ് വരുന്നു. ആദ്യത്തെ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു രാജ്യമാണ് വേണ്ടത്? ഡിയർ ജൻസി, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു രാജ്യമാണ് വേണ്ടതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. സെപ്റ്റംബർ 8-ാം തീയതി, അതായത് 8-ാം തീയതി ആയപ്പോഴത്തേക്ക് കാഠ്മണ്ഡുവിൽ ഉൾപ്പെടെ 7 നഗരങ്ങളിൽ 13 മുതൽ 28 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെൻറ്റ് സമരത്തിനിറങ്ങുന്നു. സോഷ്യൽ മീഡിയ നിരോധനം വരുന്നു. തുടർന്ന് വെടിവെപ്പുണ്ടാകുന്നു. ഏതാണ്ട് 19 പേര് അന്ന് മരിക്കുന്നു. 300 പേർക്ക് പരിക്കുണ്ടാകുന്നു. സെപ്റ്റംബർ 9-ാം തീയതി ആയപ്പോഴത്തേക്ക് പ്രസിഡന്റും പ്രധാനമന്ത്രിയൊക്കെ രാജിവെക്കുന്നു. അവർ എവിടെയാണെന്നറിയില്ല. കംപ്ലീറ്റ് പൂർണ്ണമായ ഭരണത്തകർച്ച ഉണ്ടാകും. ഇത് കഴിഞ്ഞ ഉടനെ ഈ ബലേൻഷായുടെ പോസ്റ്റുകളുടെ താഴെ വലിയ തോതിൽ കാമ്പയിൻ, അത് ആളുകളിടുന്നതാണോ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിക്കുന്നതാണോ എന്നറിയില്ല. വി വാണ്ട് യു ആസ് PM, നിങ്ങളെ ഞങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് വേണം, പ്ലീസ് ടേക്ക് ലീഡ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ വന്ന് നേതൃത്വം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞ് വലിയ കാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതായിരിക്കാം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയ സ്വാധീനം, നമ്മുടെ നാട്ടിൽ വേടനുണ്ടാക്കിയ പോലുള്ള സ്വാധീനം ബലേൻഷായ്ക്കുണ്ട്. ഇയാൾ സർക്കാർ വിരുദ്ധ റാപ്പ് സോങ്ങുകളായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. റാപ്പ് ഗായകൻ ചെന്നിട്ട് ഇങ്ങനെ സർക്കാരിനെതിരെ, രാജ്യത്തെ സംരക്ഷിക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്. നോക്കൂ, രാജ്യത്തെ സംരക്ഷിക്കുന്നവരെല്ലാം വിഡ്ഢികളാണ്, എല്ലാ നേതാക്കളും കള്ളന്മാരാണ്, രാജ്യത്തെ അവർ കൊള്ളയടിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു ഇയാളുടെ അവിടുത്തെ വേടനായ ബലേൻഷായുടെ പാട്ടുകൾ. പിന്നെ അയാൾ ഒരു ബലിദാൻ എന്ന് പറയുന്ന ഒരു പാട്ട് ഭയങ്കര ഹിറ്റായി. ബലിദാൻ എന്ന് പറയുന്ന സാക്രിഫൈസ്, ബലിദാൻ എന്ന് പറഞ്ഞ ഗാനത്തിലൂടെ ഇയാൾ പറയുന്നത് സർക്കാരിനെതിരെ യൂത്ത് രംഗത്തിറങ്ങണം എന്നായിരുന്നു ഈ പാട്ട്. ലെറ്റ് ദ ഗവൺമെൻറ് അലോ മീ ടു സ്പീക്ക്, ഈ പാട്ട് ഇയാൾ വീണ്ടും എന്ത് ചെയ്തറിയാമോ, ഈ സമരം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റീപോസ്റ്റ് ചെയ്തു. എന്നെ സംസാരിക്കാൻ സർക്കാർ അനുവദിക്കണം. അങ്ങനെ പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ നിരോധനം വന്നത്. സർക്കാർ അത് പിൻവലിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ടും ബംഗ്ലാദേശിൽ എങ്ങനെയാണ്, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി
പൊരുതിയ ആളുകളുടെ മക്കൾക്ക് 30% സംവരണം കൊടുക്കാനുള്ള തീരുമാനം കോടതി പ്രഖ്യാപിച്ച് ശരിവെച്ചപ്പോഴാണ് അവിടെ എന്തുണ്ടായത്? കലാപം ഉണ്ടായത്. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് മോചനം കിട്ടാൻ വേണ്ടി സമരം ചെയ്തവരുടെ മക്കൾക്കുള്ള റിസർവേഷൻ തുടരാൻ ബംഗ്ലാദേശിലെ കോടതി പറഞ്ഞതിന്റെ പേരിലാണ് സമരം ഉണ്ടായത്. മണിപ്പൂർ കലാപം എങ്ങനെയാണ്? അല്ലേ? അവിടുത്തെ റിസർവേഷന്റെ കാര്യത്തിൽ അവിടുത്തെ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞപ്പോൾ അതിന്റെ പേരിലാണ് മണിപ്പൂർ കലാപം ഉണ്ടായി. മണിപ്പൂരിൽ മോദി സർക്കാർ ഒന്നും ചെയ്തില്ല, മണിപ്പൂർ സർക്കാർ ഒന്നും ചെയ്തില്ല. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു? സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. സർക്കാരിനോട് ചോദിച്ചതേ ഉള്ളായിരുന്നു അല്ലേ? എന്ന് പറയുന്നത് നേപ്പാളിൽ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? നേപ്പാളിൽ ഈ പറഞ്ഞതുപോലെ സമാനമായ കാര്യമുണ്ടായി. ഇപ്പൊ നോക്കൂ, അതിനുശേഷം ഇയാളുടെ ഈ ബലയൻ ഷായുടെ നിലപാടുകൾ, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കുപ്രസിദ്ധമാണ് ഇയാൾ. ഈ ആദിപുരുഷൻ എന്നുള്ള സിനിമയില്ലേ, ആദിപുരുഷൻ എനിക്കൊന്ന് ശ്രീരാമൻ്റെയൊക്കെ കഥ പറയുന്ന സിനിമയായിരുന്നു അല്ലേ? ഇയാൾ നമ്മുടെ സൂപ്പർ ഹീറോ ബാഹുബലിയിലേക്ക് അഭിനയിച്ച പ്രഭാസിന്റെ സിനിമ. ഇത് നേപ്പാളിൽ റിലീസ് ചെയ്യുന്നതിനെ ബലയൻ ഷാ എതിർത്തു എന്ന് മാത്രമല്ല, കാഠ്മണ്ഡു മേയറായിരുന്ന ഇയാൾ ഈ സിനിമ അങ്ങ് നിരോധിച്ചു. ആദിപുരുഷ് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട. ഒടുവിൽ നേപ്പാൾ സുപ്രീം കോടതിയാണ് ആദിപുരുഷ് റിലീസ് ചെയ്യാൻ അനുവാദം കൊടുത്തത്. പിന്നെ ഇതാണ് മൊത്തത്തിൽ ബലയൻ ഷായുടെ ചിത്രം. ഒന്ന് ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്, 2 ഇന്ത്യ വിരുദ്ധനാണ്, അമേരിക്കയുടെ മാനസപുത്രനാണ്. ഇനി സുദാൻ ഗുരുങ് എന്ന് പറയുന്ന ഹാമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു സംഘടന. ഹാമി നേപ്പാൾ ഉണ്ടാവുന്നത് വലിയ ഭൂകമ്പം നേപ്പാളിലുണ്ടായപ്പോൾ ഇയാളുടെ കുഞ്ഞ് മരിച്ചുപോയി. ഈ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇയാൾ ഒരു അപ്പീൽ നടത്തി ജനങ്ങളോട്. ഇത്തരം പ്രവർത്തികളിൽ ആളുകളെ സഹായിക്കാനുള്ള നിലപാടുണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹാമി നേപ്പാൾ. ഹാമി നേപ്പാളിൻ്റെ സൈറ്റിൽ, പേജിൽ ഇയാൾ നിരന്തരം പോസ്റ്റുകൾ ഇടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് പറയുന്ന എന്തെല്ലാം പ്രതിഷേധം, നിങ്ങൾ സമരം നടത്തണം, നിരാഹാരയിരുത്തണം എന്തൊക്കെ പറഞ്ഞിട്ട് ആവശ്യമെങ്കിൽ അക്രമവും ആകാം. അതായത് സുദാൻ ഗുരങ്ങിൻ്റെ പോസ്റ്റാണ്, ആവശ്യമെങ്കിൽ അക്രമവുമാകാം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സമരം നടത്തണം? ആദ്യം ധർണ നടത്തണം, പിന്നെ പിക്കറ്റിംഗ് നടത്തണം, പിന്നെ ഇത് ഒരു ടൂൾ കിറ്റ് ഉണ്ടല്ലോ, റിജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ലോകത്തെമ്പാടും ഉണ്ടാക്കി വെച്ച് ടൂൾ കിറ്റ് ഉണ്ട്. നിങ്ങൾ പ്രതിഷേധ യാത്ര, പിന്നെ ആരോപണങ്ങൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ മോശമാക്കണം, ഇന്ത്യ അടക്കുന്ന സുപ്രീം കോടതി മോശം, ഇലക്ഷൻ കമ്മീഷൻ മോശം എന്നൊക്കെ പറയുന്ന പോലെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ജനങ്ങളെ പരിഭ്രാന്തരാക്കുക, എന്നിട്ട് ആവശ്യമെങ്കിൽ അക്രമവും, തെരുവിലിറങ്ങി അക്രമവും നടത്താം. എന്നിട്ട് ഈ ഹാമി നേപ്പാളിൻ്റെ പ്ലക്കാർഡുകളുമായിട്ടാണ് ഈ ചെറുപ്പക്കാർ മുഴുവൻ സമരം നടത്തിയത് നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, ഈ ഇവരുടെ ടൂൾ കിറ്റിൽ എന്തെല്ലാം പ്രതിഷേധിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞതിനകത്ത് ആണ് സിനു നേരത്തെ പറഞ്ഞ കാര്യം. നിങ്ങൾ സമരത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ഇട്ട് സമരം ചെയ്യണം. എന്താണെന്നറിയോ? അതെന്തിനാ? വിദ്യാർത്ഥികളാണെന്ന് അറിയണം. പോലീസ് അല്ലെങ്കിൽ പട്ടാളം ലാത്തിച്ചാർജ് ചെയ്യുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം. സ്കൂൾ കുട്ടികളെ വെടിവെച്ചു കൊന്നു. വലിയ സംഭവമായി. സ്കൂളിൽ പോകുന്ന കുട്ടികൾ യൂണിഫോം ഇട്ട് അവർ പാഠപുസ്തകങ്ങളായിട്ട് വരുമ്പോൾ പട്ടാളം വെടിവെക്കുന്നു. ലോകത്ത് മുഴുവൻ വലിയ വാർത്തയാവും. എന്നിട്ട് എന്ത് ചെയ്യണം? പെട്രോൾ ബോംബുകൾ എങ്ങനെ നിർമ്മിക്കാം ഇവരെ പഠിപ്പിക്കുകയാണ്. അതായത് ഹാമി നേപ്പാളിൻ്റെ സൈറ്റിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഹീറോ ആയ സുദാൻ ഗുരുങ്ങിൻ്റെ പോസ്റ്റുകളാണ്, നിങ്ങൾ എങ്ങനെ പെട്രോൾ ബോംബുകൾ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ബംഗ്ലാദേശ് മോഡലിൽ സംഭവിച്ചു, ചെറുപ്പക്കാരെ നിങ്ങൾ ഇറങ്ങിയാൽ ബംഗ്ലാദേശ് മോഡലിൽ നിങ്ങൾക്ക് ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വയലൻ്റ് ആയിട്ടുള്ള ഇമേജ് ഇന്ന് മനോരമ കൊടുത്തിട്ടുണ്ട്. ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട്, പോലീസിന്റെ നേപ്പാളി പോലീസ് എഴുതിയ ജാക്കറ്റ് ഇട്ടിട്ട് ഷീൽഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. വേറൊരു ചിത്രം ഇന്ത്യ കൊടുത്തിട്ടുള്ള ഇൻസാഫ് റൈഫിളുമായിട്ട് ഒരാൾ നിൽക്കുന്നു. ആ ചിത്രം. ഇത്തരം വയലൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? പല രാജ്യങ്ങളും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പടം എടുത്തിട്ട് വലുതാക്കി കൊടുക്കും. നോക്കൂ, മനോരമ ഇന്ന് കൊടുത്തിരിക്കുന്നത്, മനോരമ നിഷ്കളങ്കമായിട്ട് കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ? ഇതിനകത്തൊരു വരികൾക്കിടയിൽ ഒരു വായനയുണ്ട്. കണ്ടില്ലേ, നേപ്പാളിലെ സർക്കാരിനെതിരെ അവിടുത്തെ പോലീസിന്റെ ആയുധം പിടിച്ചെടുത്തുകൊണ്ട് ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല എന്ന് പരോക്ഷമായി ചോദിക്കുന്നത് പോലെയാണ്. അപ്പം ഭീകരമായ അക്രമത്തെ എന്തിനാണ് ഇത്ര പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്? അത് ഇയാൾ പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? നേപ്പാളിലെ പുതിയ വീരപുരുഷനായ സുദാൻ ഗുരങ് പറയുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം ചെയ്യണമെന്ന്. ഇൻ്റർനാഷണൽ മീഡിയയിൽ ചിത്രങ്ങൾ വരാൻ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്തിരുന്നു എന്നതിൻ്റെ
വിവരങ്ങൾ, ചിത്രങ്ങളും ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇല്ല, പ്രസിഡന്റും ഇല്ല, സൈന്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്. സൈന്യം ഇപ്പോൾ സമാധാനം പാലിക്കാനൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇനി മാത്രമല്ല, ഈ ഹാമി നേപ്പാൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ല. നമ്മൾ നോക്കുമ്പോൾ ഹാമി നേപ്പാളിന് 200 മില്യൺ ഫോളോവേഴ്സ് അല്ല രൂപ ധനസഹായം വന്നിട്ടുണ്ട്. ആരാ ധനസഹായം കൊടുത്തത്? കൊക്കക്കോള, വൈബർ, ഗോൾഡ് സ്റ്റാർ, മൾബറി ഹോട്ടൽസ്, ഇതെല്ലാം അമേരിക്കൻ കമ്പനികളാണ്. 200 മില്യൻ്റെ ധനസഹായം കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോള, വൈബർ, ഗോൾഡ് സ്റ്റാർ, മൾബറി ഹോട്ടൽസ്. എങ്ങനെയുണ്ട്? അത് മാത്രമല്ല, ഈ ഹാമി നേപ്പാളും ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തു. എപ്പോഴാണെന്നറിയാമോ? ബലാൻ ഷാ മാത്രമല്ല, നമ്മുടെ ഏതാനും മാസങ്ങൾക്ക് 2 മാസം മുമ്പ് ഒഡീഷയിൽ ഒരു നേപ്പാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചിരുന്നു. അതേ തുടർന്ന് വലിയ തോതിൽ ഇന്ത്യക്കാർ നേപ്പാളികളെ കൊല്ലുകയാണ് എന്ന് പറഞ്ഞ് വലിയ കാമ്പയിൻ ഈ ഹാമി നേപ്പാൾ അവിടെ ആരംഭിച്ചത്. അപ്പോൾ ഈ ബലാൻ ഷായുടെയും സുദാൻ ഗുരുങ്ങിൻ്റെയും ലക്ഷ്യം ഇന്ത്യ വിരുദ്ധതയാണ്. രണ്ടുപേരുടെയും പിന്നിൽ ഫണ്ട് ചെയ്യുന്നത് അമേരിക്ക, പിന്തുണ കൊടുക്കുന്നത് അമേരിക്ക. അപ്പോൾ തൊട്ടടുത്ത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം. നമുക്ക് വിസ വേണ്ടല്ലോ, പാസ്പോർട്ട് മാത്രം മതി നേപ്പാളി. നമുക്ക് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, ആരും ഒരിടത്തും ചോദിക്കില്ല. ജസ്റ്റ് അവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചത്, അതുപോലും ആരും ചെയ്യുന്നില്ല. ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് അവിടെ നിന്നും വാങ്ങാം. അങ്ങനെ വളരെ നിർബാധം ജീവിക്കാൻ, ഇടപെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. മാത്രമല്ല, നമുക്കൊരു ഗൂർഖ റെജിമെൻ്റ് ഉണ്ട്. നേപ്പാളികൾ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഗൂർഖകളായിട്ട്. അങ്ങനെയുള്ള വലിയ സൗഹൃദമുള്ള രാജ്യമാണ്, ഇന്ത്യക്ക് വലിയ താല്പര്യമുള്ള രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവണം. മാത്രമല്ല, വലിയ പ്രക്ഷോഭം ഇപ്പോൾ നേപ്പാളിൽ ഈ നേപ്പാളി കോൺഗ്രസും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഭരണത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ട് വീണ്ടും രാജഭരണം തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം സമീപകാലത്ത് നേപ്പാളിൽ നടന്നു. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇനി ഒരു കാരണവശാലും ഈ രാജഭരണം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് തടയിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബലാൻ ഷായുടെ നേതൃത്വത്തിൽ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഭരണകൂടം, ഇത്ര നാളും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, നേപ്പാളി കോൺഗ്രസ് ഭരിച്ചു, രാജാവ് ഭരിച്ചു, ഇനി ഞങ്ങളൊന്ന് ഭരിക്കട്ടെ, ഞങ്ങൾ സ്വപ്നം കാണുന്ന ഈ രാജ്യം, ക്രിസ്ത്യൻ രാജ്യം അവിടെ വരട്ടെ എന്നുള്ള അമേരിക്കയുടെ താല്പര്യം കൂടി ഉണ്ടെങ്കിലോ. അപ്പോൾ നേപ്പാളിനെ സംബന്ധിച്ച് അത്ര നിഷ്കളങ്കമൊന്നുമല്ല. നമ്മുടെ മാധ്യമങ്ങൾ നേപ്പാളിലെ അക്രമത്തിൻ്റെ ചിത്രങ്ങൾ വലുതായി കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യവും വേറെയല്ല. നേപ്പാൾ, ബംഗ്ലാദേശ് കഴിഞ്ഞുള്ള നേപ്പാൾ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഇതൊക്കെ ഇന്ത്യക്കൊരു പാഠമാണ്. ഇന്ത്യ പഠിക്കേണ്ടുന്ന പല കാര്യങ്ങളും നോക്കൂ. ഈ സോഷ്യൽ മീഡിയയുടെ നേപ്പാൾ പോലൊരു രാജ്യം ആവശ്യപ്പെട്ടിട്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നേപ്പാളിലെ നിയമം അനുസരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പേരിലാണ് ഈ കലാപം ഉണ്ടായത്. നാളെ ഇന്ത്യ പറയുന്നത് ഫേസ്ബുക്കും വാട്സാപ്പും കേൾക്കാതെ വന്നാലോ? നമ്മൾ നിരോധിക്കുമ്പോൾ ഇവിടെയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തെരുവിലിറങ്ങാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഇപ്പം നോക്കൂ, ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും ചൈനയിലില്ല. പക്ഷേ ചൈനയിലും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കാലമായി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ടി ജി മോഹൻദാസ് ഉൾപ്പെടെ നിരന്തരം പറയുന്നുണ്ട്, ഇന്ത്യ ശ്രമിക്കേണ്ടുന്നു, ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവേണ്ടതാണ് എന്ന് നിരന്തരം നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ അതത്ര കാര്യമായി ഇനിയും ഗൗനിച്ചിട്ടില്ല. ഇന്ത്യ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കേണ്ടുന്ന ആവശ്യകത കൂടി ഈ നേപ്പാളിലെ കലാപം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നേപ്പാൾ സ്വാഭാവികമല്ല. നേപ്പാൾ ഉണ്ടാക്കിയെടുത്ത അമേരിക്കൻ അജണ്ടയുടെ ഭാഗമായ ഇന്ത്യയുടെ ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള, ഇന്ത്യയിൽ പല ഇടപെടലുകൾ നടത്താനുള്ള അമേരിക്കൻ ശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.